ഉത്തര കർണാടകത്തിലെ കാർവാർ നഗരത്തിൽ ബീച്ചിനോട് ചേർന്നുള്ള വാർഷിപ്പ് മ്യൂസിയത്തിലെ കാഴ്ചകളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ സജീവ യുദ്ധക്കപ്പലായിരുന്നു INS ചാപ്പൽ. INS ചാപ്പൽ ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്ത് ഒരു മ്യൂസിയമാക്കി മാറ്റുകയും കാർവാർ നഗരത്തിന് സമീപം രവീന്ദ്രനാഥ ടാഗോർ ബീച്ചിനോട് ചേർന്ന് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു മിസൈൽ ലോഞ്ചർ ബോട്ടാണ്. ഇതിന് K-94 എന്ന ഒരു കോഡ് നാമമാണുള്ളത്. 245 ടൺ ഭാരവും 38.6 മീറ്റർ നീളവും 7.6 മീറ്റർ വീതിയുമാണുള്ളത്. ഇതിൻ്റെ പരമാവധി വേഗത 37 നോട്ട്സ് ആയിരുന്നു. 2 30 mm തോക്കുകൾ, ഒരു ഉപരിതലത്തിൽ നിന്ന് വായുവിലേക്ക് വിക്ഷേപിക്കാവുന്ന മിസൈൽ ലോഞ്ചർ, 4 കപ്പൽ വേധ മിസൈൽ ലോഞ്ചറുകൾ എന്നിവയാണ് ഈ കപ്പൽ വഹിച്ചിരുന്നത്. 1976 നവംബർ 4 കമ്മീഷൻ ചെയ്ത് 2005 മെയ് 5 ഡീകമ്മീഷൻ ചെയ്തതാണ് കപ്പൽ. ക്യാപ്റ്റൻ്റെ ക്യാബിനാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ ഇതിനകത്ത് പ്രവേശിച്ച് കഴിഞ്ഞാൽ ഓരോരോ ക്യാബിനുകളും അവിടുത്തെ കപ്പലിനുള്ളിലെ വ്യത്യസ്തമായ യന്ത്രങ്ങൾ, അതുപോലുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. വളരെ ശക്തിയുള്ള എൻജിനുകളാണ് ഇതിൽ പ്രവർത്തിച്ചിരുന്നത്. 2-3 വലിയ എൻജിനുകൾ ഇതിൽ കാണാൻ പറ്റും. അവിടുത്തെ അതിനകത്തെ മെഷീൻ റൂമുകളാണ് കാണുന്നത്. വീണ്ടും ഒരു വലിയ എൻജിൻ മുറി അപ്പുറത്ത് കാണാം. 1971 യുദ്ധക്കപ്പലാണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. 50 വർഷം മുന്നേ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു സായുധ യുദ്ധക്കപ്പലിൻ്റെ ഉൾവശമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡീകമ്മീഷൻ ചെയ്തതിന് ശേഷം ഇത് ഒരു പ്രദർശന വസ്തുവാക്കി മ്യൂസിയമാക്കി കാർവാർ ബീച്ചിൽ സ്ഥാപിച്ചതാണ്. എന്നിരുന്നാലും വർഷാവർഷം ഇതിൻ്റെ മെയിൻ്റനൻസുകൾ നടത്തി ഒരു യുദ്ധക്കപ്പൽ എങ്ങനെയായിരിക്കുമെന്ന് അവിടെ സന്ദർശിക്കുന്ന സന്ദർശകർക്ക് കാട്ടിക്കൊടുക്കുന്നതാണ് ഈ മ്യൂസിയം. പരമാവധി ഭംഗിയായി അതിനകം സംരക്ഷിക്കുന്നതിന് അതുമായി ബന്ധപ്പെട്ട ഭരണകർത്താക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. താഴെ ഭാഗത്തു നിന്ന് നമുക്ക് മുകളിലേക്ക് സ്റ്റെപ്പ് കയറി പോവാം. മുകളിലത്തെ കാഴ്ചകളാണ്. ഭംഗിയായി സൂക്ഷിക്കപ്പെട്ട അത് നാവികൻ്റെ മുറിയാണ്. പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാനുള്ള ജനലാണ്. ഈ കോറിഡോറിലൂടെ പോകുമ്പോൾ നമുക്ക് അതിനകത്തെ കാഴ്ചകൾ കാണാം. എത്രമാത്രം സംവിധാനങ്ങളാണ് ഒരു ചെറിയ യുദ്ധക്കപ്പലിൽ. ഇപ്പോഴത്തെ യുദ്ധക്കപ്പലുകൾ വളരെ വലുതാണ്. 50 വർഷം മുമ്പത്തെ ഒരു യുദ്ധക്കപ്പലിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ നിന്നൊക്കെ എത്രയോ ഏറെ ദൂരം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ടോയ്ലറ്റ് മുറിയാണത്. ഓരോരോ സാങ്കേതിക വിഭാഗം മുറികളും അതുപോലുള്ള ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത ഭാഗങ്ങളുമൊക്കെയാണ് കാണുന്നത്. INS ചാപ്പൽ, അതിൻ്റെ വ്യത്യസ്തമായ യന്ത്രഭാഗങ്ങൾ, നിയന്ത്രണ മുറികൾ. ഇവിടെ നിന്നും വീണ്ടും
പുറത്തേക്കുള്ള ഡെക്കിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കയറിയാൽ നമുക്ക് പുറത്തെ ഡെക്കിലേക്ക് പ്രവേശിക്കാം. ഒരു ഓപ്പൺ ഏരിയ ആണ്. ഇവിടെയാണ് മിസൈൽ സ്ഥാപിക്കുന്നതിനുള്ള ഭാഗമാണത്. ഒരേ സമയം 4 മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവയാണ് ഈ യുദ്ധക്കപ്പൽ. ദൂരെ കാർവാർ ബീച്ച് കാണാം നമുക്ക്, അറബിക്കടലിൻ്റെ ഭാഗമായിട്ട് കാർവാർ ബീച്ച്. ആ മലയുടെ അപ്പുറത്താണ് അവിടുത്തെ നാവിക ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. തൊട്ടപ്പുറത്ത് ഒരു യുദ്ധവിമാനം കൂടി അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്, എന്നാൽ അവിടെ പ്രവേശനമില്ല. മനോഹരമായ കടലിൻ്റെ കാഴ്ച. ഇതിൻ്റെ കൊടിമരമാണ്